കസാക്കിസ്ഥാൻ, റഷ്യ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ മികച്ച ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കുറഞ്ഞ ചിലവിൽ MBBS പഠനത്തിന് 24 സ്റ്റഡി അബ്രോഡ് സ്പോട്ട് അഡ്മിഷൻ സൗകര്യം ഒരുക്കുന്നു. സെപ്റ്റംബർ ഇൻടേക്കിലേക്കുള്ള കോഴ്സിലേക്ക് വിദേശ സർവകലാശാല പ്രതിനിധികൾ നേരിട്ടെത്തി അഡ്മിഷൻ നടത്തുന്നു. ഓഗസ്റ്റ് 2 ഗോകുലം ഗ്രാൻഡ് കോഴിക്കോട്. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9001900156 8000800120. എടാ കഥയുണ്ടോ ശങ്കര ഇന്ന് നീലം? ആലോചിക്കുന്നുണ്ടില്ലേ? ഉണ്ട്. വടക്കൻ വീരഗാഥയിലെ കഥയുണ്ട്. ചന്തുവിനെ തോപ്പിക്കാനാവില്ല മക്കളെ. റിഹേഴ്സൽ ചെയ്തു അല്ലേ അങ്കിളെ? റിഹേഴ്സൽ ചെയ്യണം. റിഹേഴ്സൽ ചെയ്യണോ? എടാ അത് പറഞ്ഞോ, നീ പറയുമ്പോ അത് കറക്റ്റ് ആവും. പിന്നെ റിഹേഴ്സൽ ചെയ്തിട്ട് പിന്നെ അത് ഇത് റിഹേഴ്സലാ നീ പറഞ്ഞു. റിഹേഴ്സലാണ്. അല്ല എന്താണ് ചെയ്യാൻ പോണേ? മമ്മൂട്ടി സാറ് വടക്കൻ വീരഗാഥയിലെ ചന്തുവിന്റെ ഡയലോഗ് അല്ല അതല്ല ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച്. അയ്യോ അത് ഭയങ്കര ഡയലോഗ്. സൈലൻസ് സൈലൻസ്. റെഡി റെഡി. റിഹേഴ്സൽ റിഹേഴ്സൽ പോലെ. ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരുകമളക്കാൻ കൊല്ലന് 16 പണം കൊടുത്തവൻ ചന്തു. മാറ്റം ചുരുക ചോദിച്ചപ്പോൾ മറന്നുപോകുന്ന കളവ് പറഞ്ഞവൻ ചന്തു. പേടിയാവുന്നു. മടിയിൽ അങ്കത്തളർ ചൂട് കിടക്കുന്ന വീരന്റെ വയറ്റിൽ കുത്തുവിളക്കിന്റെ തണ്ട് താഴ്ത്തി മാറ്റാങ്കൂട്ടത്തിലേക്ക് ചാടി രക്ഷപ്പെട്ടവൻ ചന്തു. പിന്നെ കൊടും ചതികൾ എന്തൊക്കെ പാടി നടക്കുന്നുണ്ട് പാണർ നിങ്ങളുടെ നാട്ടിൽ. ഇതോ അംഗം. കൊള്ളാലോ. റിഹേഴ്സലിന്റെ ആവശ്യമില്ല. കേക്കായി. പിന്നെ എന്താ ഞാനിങ്ങനെ നടന്നോണ്ട് അങ്ങനെ നടന്നോണ്ട് റിഹേഴ്സലിന് പറഞ്ഞേ. ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരുകമളക്കാൻ കൊല്ലന് 16 പണം കൊടുത്തവൻ ചന്തു. മാറ്റം ചുരുക ചോദിച്ചപ്പോൾ മറന്നു പോകുന്ന കളവ് പറഞ്ഞവൻ ചന്തു. മടിയിൽ അങ്കത്തളർ ചൂട് കിടക്കുന്ന വീരന്റെ വയറ്റിൽ കുത്തുവിളക്കിന്റെ തണ്ട് താഴ്ത്തി മാറ്റാങ്കൂട്ടത്തിലേക്ക് ചാടി രക്ഷപ്പെട്ടവൻ ചന്തു. പിന്നെ ഒടും ജാതികൾ പിന്നെ എന്തൊക്കെ പാടി നടക്കുന്നുണ്ട് പാണർ നിങ്ങളുടെ നാട്ടിൽ. ഇതോ അംഗം. വെരി ഗുഡ്. വെരി നൈസ്. പക്ഷെ പറഞ്ഞതായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു. ഏത് പാട്ടാ പാടുന്നേ? ഞാനൊരു ക്ലൂ തരാം. അതല്ല പിന്നെ പറയൂ. ഞാനൊരു ക്ലൂ തരാം. ഈ പാട്ട് എംജെങ്കിലും പാടിയിട്ടുണ്ട്. ഭയങ്കര റൊമാൻറ്റിക് പാട്ടാണ്. ഇത് എംജെങ്കിലും പാടിയിട്ടുള്ള പാട്ടാണ്. റൊമാൻറ്റിക് സോങ്സ് പാടി കിങ് ആണ്. അടുത്ത് മൊത്തം ക്ലൂകളില്ലേ? അതായത് രണ്ടാമത്തെ ക്ലൂ ഇത് ദാസറും പാടിയിട്ടുണ്ട്. ഇതേ പാട്ട് അങ്ങനെയാണ് മിക്കവാറും സംഭവിക്കാറുള്ളത്. പക്ഷെ ഡുവറ്റ് അല്ല. പക്ഷെ എംജെങ്കിലും പാടിയ വെർഷനിൽ എംജെങ്കിലും സുജാത അമ്മയും അരുൺധതി മാമും ആണ് ഈ പാട്ട് പാടിയത്. ഇതേ സെയിം ഫിലിമില് ദാസർ അതിന്റെ വേറൊരു വർഷം പാടിയിട്ടുണ്ട്. എന്നാ തുടക്കത്തിൽ ഒരു അക്ഷരം പറ. അക്ഷരം പറ. ഓ ഓ ഓ അടുത്തൊരു അക്ഷരം പറ. ഓ പ്ര. അതിന്റെ അടുത്ത അക്ഷരം അതിന്റെ അടുത്ത് നമ്മൾ പറഞ്ഞാ കിട്ടും. ഇത് ലാസ്റ്റ് പറഞ്ഞോ. ഓ പ്രി. അത് കറക്റ്റ്. ഓ പ്രിയേ. ഓ ഇതെങ്ങനെ കണ്ടുപിടിച്ചു ശങ്കരൻ? ഓ പ്രിയേ നിനക്കൊരു ഗാനം. ഓ പ്രിയ പ്രാണനിലുണരും ഗാനം അറിയാതെ ആത്മാവേ ചിറകുകുടഞ്ഞോരഴകേ. ഇപ്പൊ നമ്മൾ വിചാരിക്കും ഈ പാട്ട് MG നമുക്ക് വേണ്ടി പാടിത്തന്നാണ്. പക്ഷെ അല്ല, ഇവിടെ ഒരു പ്രിയ ഇരിക്കുന്നുണ്ട്. അതറിയുന്നതേ ഇല്ല. അതാ അങ്ങോട്ട് നോക്കൂ. അതാണ് നമ്മുടെ പ്രിയ. എവിടെ അറിയുന്നു? ഇല്ല, അറിയുന്നില്ല. മക്കളെ അതല്ല ചോദ്യം. മോൻ ആർക്ക് വേണ്ടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു? സത്യം പറയണം. മോന്റെ ഒരു ക്ലാസ്മേറ്റിന്റെ പേര് ഞാൻ അറിഞ്ഞു. MG കണ്ടുപിടിച്ചു. നീ പറഞ്ഞേക്ക് സത്യം, അല്ലെങ്കിൽ പറഞ്ഞേരങ്ങ്. ഇനിയിപ്പോ കൂടുതൽ സമയം കളയണ്ട. ആ കുട്ടിയുടെ പേരങ്ങ് പറഞ്ഞേരും. നീ പറഞ്ഞേക്ക്. അമ്മമ്മയുടെ മുഖത്ത് നോക്കണ്ട, പേടിക്കണ്ട. എനിക്കങ്ങനത്തെ ഫ്രണ്ട്സ് ഒന്നും ഇല്ല. അന്നൊരു ക്ലാസ്മേറ്റ് ഒരു കുട്ടിയുടെ പേര് പറഞ്ഞല്ലോ. എനിക്കങ്ങനെ ഗേൾ ഫ്രണ്ട്സ് ഒന്നും ഇല്ല സ്കൂളില്. പുറത്തോ? അല്ല, നമ്മുടെ ക്ലാസ്സിലെ ഒരു കൾച്ചർ എന്ന് പറഞ്ഞാൽ ബോയ്സ് ഗേൾസിന് ചാലഞ്ച് ചെയ്യും, ഗേൾസ് ബോയ്സിന് ചാലഞ്ച്. ഇതാണ് നിങ്ങളുടെ ക്ലാസ്സിലെ കൾച്ചർ. എന്തൊരു ബഹളമായിരിക്കും.
ബഹളമൊന്നുമില്ല അങ്ങനെ. എന്തിനാ ചലഞ്ച് ചെയ്യുന്ന പഠിക്കാൻ ആരാ ഏറ്റവും കൂടുതൽ ചലഞ്ച് ചെയ്യുന്ന ഗേൾ? സാൻവി. സാൻവി സാൻവിക്ക് വേണ്ടിയാണ് മോനി പാടുന്നത് അല്ലേ ഈ പാട്ട്? ആദ്യം തലയാട്ടിട്ട് ഇരിക്കട്ടെ. ആ ഞാൻ ഇതാർക്കും ഡെഡിക്കേറ്റ് ചെയ്തോണ്ട് കൊണ്ടുവന്ന പാട്ടല്ല. അങ്ങ് കൊടുക്ക സാൻവിക്ക്. അല്ല, എന്നാ ഞാൻ ഈ പാട്ട് ലേഖ ആന്റിക്കാണ് ഡെഡിക്കേറ്റ്. The person you are trying to call is currently busy. എവിടെ Busy.